ഇടതു സർക്കാർ അഴിമതിക്ക് ഒപ്പമാണ് എന്ന് പറയേണ്ടി വന്നത് പരിതാപകരമാണ്. ഇത് പറയുന്നത് സാധാരണ മനുഷ്യരല്ല, പ്രതിപക്ഷമല്ല, ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീൻ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഗുരുതരമായ ഈ പരാമർശം നടത്തിയത്. കാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ ഒരു അഴിമതിരഹിത സർക്കാരാണ് എന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്നെന്നും അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ഇത് പരിതാപകരമാണെന്നും ആണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. കശുവണ്ടി കോർപ്പറേഷനിൽ 2005-2006 കാലത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസ് CBI അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചു. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ 3 പ്രാവശ്യമാണ് പിണറായി സർക്കാർ നിഷേധിച്ചത്. അപ്പോൾ നിങ്ങൾ കരുതും ഈ കേസിലെ പ്രതികൾ CPM നേതാക്കളാണെന്ന്. CPM നേതാക്കളല്ല. INTC-യുടെ ജനറൽ സെക്രട്ടറി R ചന്ദ്രശേഖരൻ, അന്നത്തെ കശുവണ്ടി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന രതീഷ്, അവരാണ് പ്രധാന പ്രതികൾ. ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിച്ചുകൊണ്ട് CBI നൽകിയ അപേക്ഷയാണ് ഇത്ര കാലമായി തടഞ്ഞു വച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടിട്ടും കേസിലെ പ്രതികളെ രക്ഷിക്കാനായി സർക്കാർ സുപ്രീം കോടതി വരെ പോയി, എന്നിട്ടും ഫലമുണ്ടായില്ല. ഇപ്പോൾ CBI വീണ്ടും പ്രോസിക്യൂഷന് അനുമതി ചോദിച്ച സന്ദർഭത്തിലാണ് ഈ കേസിൽ പക്ഷപാതപരമായി സർക്കാർ പെരുമാറുന്നു ആരോപിച്ചുകൊണ്ട് മറ്റൊരു ഹർജി കൂടി ഹൈക്കോടതിയിലെത്തിയത്. അപ്പോൾ R ചന്ദ്രശേഖരനെയും രതീഷിനെയും രക്ഷിക്കാനായി ഒരു അഴിമതി കേസിൽ 3 വർഷം പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച പിണറായി സർക്കാരിൻ്റെ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. എന്നാൽ ഇതിൽ അഴിമതി നടന്നിട്ടില്ല എന്നാണ് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏതു കാലത്തും EMS സർക്കാരിൻ്റെ കാലം മുതൽ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്തേറ്റ അടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. വീണ്ടും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉത്തരവിടാൻ ഉള്ള അധികാരം ഹൈക്കോടതിക്ക് ഉപയോഗിക്കാൻ കഴിയും. അത്തരമൊരു ഘട്ടത്തിലേക്കാണോ ഈ കേസ് നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.